AR ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഷിജോ കുര്യൻ AR ക്യാമ്പിന് മുന്നിൽ നിൽച്ചിരുന്നു. ഷിജോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും അവിടെ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ടോ? SKN നിലവിൽ പൂങ്കുഴിയുള്ള അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 4-ാം മണിക്കൂറിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുലിനെ ഇവിടെ AR ക്യാമ്പിൽ എത്തിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ 4-ാം മണിക്കൂറിലേക്കാണ്. ഇനിയിപ്പോൾ വളരെ വേഗം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പ്രതിഷേധമുണ്ടായാൽ ആ പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഷീൽഡ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി നിൽക്കുകയാണ്. ഈ AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് വാഹനം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ നേരിടണം. ആശുപത്രിയിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടായാൽ അതിനെ അവിടെയും നേരിടണം. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. അങ്ങനെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമുക്കറിയാം, പാലക്കാട് അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കയ്യാങ്കളിയിലേക്കും അല്ലെങ്കിൽ ചെറിയ നേരിയ സംഘർഷത്തിലേക്ക് അടക്കം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അത്തരമൊരു അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷകളും ഇതിനോടൊപ്പം തന്നെ പോലീസ് തീർത്തിട്ടുണ്ട്. നമുക്കറിയാം, വലിയൊരു മാധ്യമ പടം തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരടക്കമുള്ള ആളുകൾ, കൗതുകത്തോടുകൂടി കാണാൻ വന്ന ആളുകളുണ്ട്. അതിനും അപ്പുറത്തേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതിഷേധ സാധ്യത നിലവിൽ പോലീസ് കാണുന്നുണ്ട്. അങ്ങേയറ്റം പഴുതടച്ചുള്ള ഒരു രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ SIT കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനായിട്ടടക്കം ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കണം. എന്തായാലും അല്പസമയത്തിനകം ഈ പറയുന്ന നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകും. വളരെ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവിടെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൈദ്യപരിശോധന നടക്കുക. അത് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് വൈദ്യപരിശോധന. ആ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. സാധാരണ നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ ആയിരുന്നു രാഹുലിനെ ഇന്ന് ഹാജരാക്കേണ്ടിയിരുന്നത്. ഈ ക്രൈം നടന്നത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ പരിധിയിലാണ്. പക്ഷേ തിരുവല്ല മജിസ്ട്രേറ്റ് ഇല്ലാത്തതിനാൽ മാത്രമാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നത്. ആ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതി എന്ന് പറയുന്നത് ഈ AR ക്യാമ്പിന് സമീപത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവ് മാത്രം. അതായത് ഈ AR ക്യാമ്പിനോട് ചേർന്ന് തന്നെയുള്ള ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ജില്ലാ ആശുപത്രിയും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയും ഉള്ളത്. അവിടേക്ക് എത്തിക്കുന്ന ഒരു സമയത്ത് ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ലോക്കൽ പോലീസിന്, അതായത് പത്തനംതിട്ടയിലുള്ള SPക്ക് താഴെ അല്ലെങ്കിൽ SP അടക്കമുള്ള ആളുകൾ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പുലർച്ചെ 5 മണിയോടുകൂടി ഇവിടെ SIT എത്തിയപ്പോൾ മാത്രമാണ് ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരം അറിഞ്ഞത്. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യത്തിനകത്ത് ഒരു വിവരവും പുറത്തു പോകാതെ മാധ്യമങ്ങൾക്ക് പോലും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനൊരു വലിയ ജാഗ്രത SIT ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പഴുതടച്ചുകൊണ്ട് വലിയ ജാഗ്രതയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ SIT രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യം ഉയർന്ന 2 പരാതികൾക്കും സമാനമായിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് 3ാമത്തെ പരാതിയിലും ഈ യുവതി പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസ് ശേഖരിച്ചു, SIT ശേഖരിച്ചു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിച്ചതിനപ്പുറത്തേക്ക് ഇനി ഈ യുവതിയുടെ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വിദേശത്തുള്ള യുവതി ഇന്ന് നാട്ടിലെത്തുന്നു. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ, യുവതിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗം മുന്നോട്ട് പോകാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറയുന്നു? രാഹുൽ നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് കേസുകളിൽ ജാമ്യമെടുത്തപ്പോൾ കോൺഫറൻസ് അല്ലെങ്കിൽ വലിയ കോൺഫറൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ രാഹുലിന്റെ മൊഴിയായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതല്ലാതെ ഒരു തരത്തിലും അങ്ങനൊരു ഇത് നടന്നില്ല, ഒരു മറ്റൊരു കാര്യങ്ങളിലേക്ക് ഇത് പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് പോലെ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തിക വഞ്ചന, വിശ്വാസവഞ്ചന, ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പല കേസുകളിലും ഗർഭചിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ അതൊന്നും താൻ ചെയ്തതല്ല, വിവാഹിതയായ പെൺകുട്ടിയാണ്, അവർ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തതിനെ തന്റെ പേരിൽ എങ്ങനെ ആരോപിക്കാൻ കഴിയുമെന്ന് രാഹുലിന്റെ അഭിഭാഷകനും അടക്കം ചോദിച്ചതാണ്. ഈ കേസിനകത്ത് യുവതിയുടെ പക്കൽ കൃത്യമായിട്ട് തെളിവുകളുണ്ട്. അതിനകത്ത് യുവതിയെക്കെതിരെ രാഹുൽ എന്ത് പറയുന്നു, ഇനി രാഹുലിന്റെ മറുപടി എന്താണെന്ന് അറിയേണ്ടത്. രാഹുൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 4 മണിക്കൂറിൽ SITയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്
എന്നറിയണം. മറ്റ് കേസുകളിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പുതുതായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയണം. എന്തായാലും അതിനൊക്കെ വലിയ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും ആ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടിടങ്ങളിലുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു, വാഹനം തയ്യാറാക്കിയിരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 10-ലധികം വാഹനങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട്ട് MLA-യുമായിട്ട് ഈ പറയുന്ന പോലീസ് സംഘം ഇവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം അവർ ഇവിടുന്ന് മടങ്ങിപ്പോയത് മറ്റ് പലയിടങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അങ്ങനെ അതുണ്ടെങ്കിൽ അവിടെ ഒരു സുരക്ഷ തീർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ജില്ലാ ആശുപത്രിയിലും മജിസ്ട്രേറ്റിന്റെ വസതിക്ക് സമീപവും രാഹുലുമായിട്ട് കടന്നു പോകുന്ന ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിലുമൊക്കെ വിവിധ ഇടങ്ങളായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കമുള്ള അല്ലെങ്കിൽ BJP-യുടെയും മറ്റ് DYFI-യും അങ്ങനെ മറ്റു തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനകളുടെ ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് വലിയ സുരക്ഷയൊരുക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടുന്ന് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കും ഈ പറയുന്ന മജിസ്ട്രേറ്റ് മുമ്പാകെയും ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമ്പോൾ റിമാൻഡിലേക്ക് തന്നെ രാഹുൽ പോകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൊട്ടാരക്കര ജയിലിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുക. അതല്ല MLA എന്നുള്ള ഒരു പരിഗണന കൊടുത്താൽ ഒരുപക്ഷെ അത് തിരുവനന്തപുരത്തേക്കായിരിക്കാം. നിലവിൽ എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം റിമാൻഡിലാണ് എങ്കിൽ ആദ്യം കൊട്ടാരക്കരയിലേക്ക് തന്നെയായിരിക്കും. അതല്ല എങ്കിൽ ഒരു MLA എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചാൽ മാത്രമായിരിക്കും അവിടേക്ക് കൊണ്ടുപോകുക. എന്തായാലും ഇതിനകത്ത് രാഹുലിനെ റിമാൻഡ് ചെയ്യുക എന്നുള്ളതിനായിരിക്കും പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് DYSP അടക്കമുള്ള ആളുകൾ ഇപ്പോഴേക്ക് പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. അങ്ങനെ തുടങ്ങി വിവിധ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ വന്നും പോയും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ ഒന്നും വിട്ടു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. എന്നാൽ പോലും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവർ ഇവിടുന്ന് മടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഴുതടച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.